തിരുവനന്തപുരത്ത് നടവഴി പോലുമില്ലാതെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് 12ഓളം കുടുംബങ്ങൾ. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവർ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. രേഖകളിൽ വഴിയില്ല എന്ന് കാട്ടി പഞ്ചായത്തും കൈമലർത്തിയതോടെ രോഗികളെ അടക്കം കട്ടിലിൽ ചുമന്ന് പ്രധാന റോഡിൽ എത്തിക്കേണ്ട അവസ്ഥയിലാണ് അവിടെയുള്ളത്. തിരുവനന്തപുരം കിളിമാനൂർ പഞ്ചായത്ത് വരിഞ്ഞോട്ടുകോണം വാർഡ് 15-ലെ ഒരുപറ്റം കുടുംബങ്ങളുടെ ദുരിതയാത്രയാണിത്. ചേറുമുത്തശ്ശിക്ക് പ്രായം 80 കഴിഞ്ഞു. കുന്നിൻ മുകളിലെ വീട്ടിൽ നിന്നിറങ്ങി കിലോമീറ്ററുകൾ നടന്നു വേണം മരുന്ന് വാങ്ങാൻ പോകാൻ, അതും കാട് നിറഞ്ഞ വഴിയിലൂടെ. ഇവരെല്ലാവരും ഈ പെരയുടെ ഈ വയലുകൾ അത്രയും മേടിച്ചപ്പോഴേ തുടങ്ങിയതാണ്. അല്ലാതെ ഒരു ആട്ടോ പോകത്തൊക്കെ കാലം വഴിയുണ്ടായിരുന്നു. ഇവിടെ 3 എണ്ണം മരിച്ചായിരിക്കാം. ഇതിൽ രാത്രിയാണ് ആശുപത്രി കൊണ്ടുപോകാൻ പുറപ്പിലാണ് വെച്ച് തോളിൽ ചുവന്നത്തുങ്ങൾ 5-6 ആമ്പിള്ളേർ എടുത്തുകൊണ്ട് പോയത്. ഞാനാണ് ചുമ്മിനി ഓട്ടം പിടിച്ചു കൊടുത്തത്. ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ആട്ടോ ഉണ്ടായിരുന്നെങ്കിൽ കൂടെ വന്ന് കൊച്ചുങ്ങൾ പെണ്ണുങ്ങളെങ്കിലും എടുത്തിട്ട് കൊണ്ടുപോകില്ലായിരുന്നു. അത് 3 ചത്ത് ചാവപ്പം പിന്നെ നിങ്ങൾ വഴിയും കൊണ്ടുവന്ന് താറും ഇട്ട് ഒരു വീടും തന്ന് കിണറും തന്ന് എല്ലാം തന്നിട്ട് പിന്നെ എന്തേലും ഉപയോഗമാണ്? ഇരു കണ്ണുകളുടെയും കാഴ്ച പൂർണ്ണമായും നശിച്ച ഹരിമ ബീവി ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യങ്ങളിലൊക്കെ മക്കൾ ചുമന്നുകൊണ്ട് കാട് താണ്ടി ഓടേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് വഴിയില്ല. ഇവിടെ കുന്നിൻ്റെ അകത്താണ്. അതിൻ്റെ കൂടെ ഞാൻ ഇറങ്ങി വരത്തോളം എൻ്റെ പെരയുടെ മൊത്തം കുന്നാണ്. ഇല്ല, ഞാൻ വീട്ടിൽ നിന്ന് 10 13 ദിവസം കൊണ്ട് എൻ്റെ വീട്ടിൽ ഇരിക്കുകയാണ്. എൻ്റെ കൊച്ചുങ്ങൾ എൻ്റെ കൂടെ 2-3 ദിവസം ഉണ്ടായിരുന്നു. അവരെല്ലാം വന്ന് വാടക വീടെടുത്ത് പോയി. ഞാൻ മാത്രമേ എൻ്റെ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. അവർ 2 സംരക്ഷണമാണ് എനിക്കുള്ളത്. മുൻപ് ഈ പ്രദേശമൊക്കെ കൃഷിഭൂമിയായിരുന്നു. അന്ന് പാടവരമ്പിലൂടെ സുഗമമായി നടന്നു പോകാമായിരുന്നു. പിന്നീട് കൃഷി മാറി. വസ്തുവകകൾ പലരുടെയും കയ്യിലായി. വഴികൾ കെട്ടിയടച്ചു. അങ്ങനെ ഫലത്തിൽ ഈ പ്രദേശത്തേക്ക് വഴിയില്ലാത്ത അവസ്ഥയാണുള്ളത്. പഞ്ചായത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു രേഖയുള്ളൊരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ പഞ്ചായത്തിന് അതിൻ്റേതായ നിയമപരമായി ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു സംവിധാനം നമുക്ക് ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം. പിന്നെ ഇവരെ കാര്യം അല്പം ദുരിതത്തിലാണ്. തോടിന് മുകളിൽ സ്ലാബ് നിരത്തി കുറച്ച് ഭൂമി മറ്റ് ഭൂ ഉടമകളിൽ നിന്ന് വാങ്ങി പ്രദേശത്തേക്ക് ഒരു ഓട്ടോ എങ്കിലും കയറി പോകുന്ന തരത്തിൽ വഴി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.